എല്ലാ പ്രിയപ്പെട്ടവർക്കും ടിപ്സ് ആൻഡ് ടോക്സ് ടിവിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സെക്സോമാനിയ എന്ന അവസ്ഥയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ദാമ്പത്യ ജീവിതത്തിൽ ഏറെ പ്രധാനപ്പെട്ട ഒന്നാണ് ലൈംഗികത എന്ന് പറയുന്നത്. ലൈംഗികതയെക്കുറിച്ച് ഇപ്പോഴും പലർക്കും കൃത്യമായിട്ടുള്ള വിവരങ്ങൾ അറിയില്ല എന്നുള്ളതാണ് സത്യം. ഉറക്കം മനുഷ്യരുടെ വിശ്രമാവസ്ഥയാണെന്ന് കരുതപ്പെടുന്നുണ്ടെങ്കിലും ഉറക്കത്തിൽ സജീവമാകുന്ന ചില വ്യക്തികളുണ്ട്. ഉറക്കത്തിൽ നടക്കുന്നതോ ഉറക്കത്തിൽ സംസാരിക്കുന്നതോ പോലെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നവർക്കാണ് ഈ പ്രശ്നങ്ങൾ ഉള്ളത്. എന്നാൽ ഇതുപോലെ ഉറക്കത്തിൽ ലൈംഗികത പ്രകടിപ്പിക്കുന്ന രോഗാവസ്ഥയും നിലവിലുണ്ട്. സെക്സോമാനിയ എന്നാണ് ഈ ഒരു അവസ്ഥയെ അറിയപ്പെടുന്നത്. ഒരു വ്യക്തി അവൻ അല്ലെങ്കിൽ അവൾ ഉറങ്ങുമ്പോൾ ഏർപ്പെടുന്ന അവസ്ഥയാണിത്. അത് സ്വന്തമായിട്ടോ മറ്റുള്ളവരുമായിട്ടോ ഉണ്ടാകാറുണ്ട്. സ്ലീപ്പ് സെക്സ്, സെക്സോമാനിയ എന്നൊക്കെ വിളിക്കപ്പെടുന്ന ഈ ഒരു അവസ്ഥയാണിത്. ഉറക്കത്തിനും ഉണർവിനും ഇടയിൽ സംഭവിക്കുന്ന അവസ്ഥ. മറ്റുള്ളവരുമായി വീടോ കിടക്കയോ പങ്കിടുമ്പോൾ ഇത്തരത്തിലൊരു പെരുമാറ്റമുണ്ടായാൽ അത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയേക്കാം. സെക്സോമാനിയ കൂടുതലും സംഭവിക്കുന്നത് നോൺ റാപ്പിഡ് ഐ മൂവ്മെന്റ് സമയത്താണ്, അതായത് ഗാഢമായ ഉറക്ക സമയത്ത്. ഈ അവസ്ഥയിൽ മസ്തിഷ്കത്തിന്റെ എല്ലാ ഭാഗങ്ങളും ഒരേ സമയം ഉറങ്ങത്തില്ല. തലച്ചോറിന്റെ വിവിധ ഭാഗങ്ങൾ രാത്രിയിൽ ചില സമയങ്ങളിൽ ഭാഗികമായി ഉണരുകയും പ്രവർത്തിക്കുകയും ചെയ്യും. ഉറക്കക്കുറവ്, സമ്മർദ്ദം, മദ്യം, മരുന്നുകൾ അല്ലെങ്കിൽ മയക്കുമരുന്ന് പോലെയുള്ള ഘടകങ്ങളാൽ സെക്സോമാനിയ ഉണ്ടാകാം. അതിനാൽ ഇവ പരമാവധി ഒഴിവാക്കുക. സ്ട്രെസ് മാനേജ്മെന്റ് ടെക്നിക്കുകൾക്കായി ഒരു സൈക്കോളജിസ്റ്റിന്റെ സഹായവും തേടാം. ഇതിന്റെ ലക്ഷണങ്ങൾ ഇവയൊക്കെയാണ്. ഇങ്ങനത്തെ അവസ്ഥയുള്ള ആൾ പലപ്പോഴും സ്വയം ലൈംഗിക അവയവങ്ങളിൽ സ്പർശിക്കുകയോ ലൈംഗിക ചേഷ്ടകൾ കാണിക്കുകയോ ചെയ്യുന്നു. ഇങ്ങനത്തെ അവസ്ഥയുള്ള വ്യക്തി അയാൾ അറിയാതെ തന്നെ തന്റെ തൊട്ടപ്പുറത്ത് ഉറങ്ങുന്ന വ്യക്തിയുമായി ലൈംഗിക അടുപ്പം കാണിക്കും. ഇങ്ങനത്തെ വ്യക്തികളിൽ ഉറങ്ങുമ്പോൾ വേഗത്തിലുള്ള ശ്വാസോച്ഛ്വാസം നടക്കുന്നു, ഹൃദയമെടുപ്പ് കൂടുന്നു. അതുപോലെ തൊട്ടടുത്ത് കിടക്കുന്നവരുമായി ഫോർപ്ലേ നടത്തുക, രതിമൂർച്ചയിലെത്തുക എന്നിങ്ങനെ സംഭവിക്കും. രാവിലെ എണീക്കുമ്പോൾ ഈ നടന്ന കാര്യത്തെക്കുറിച്ച് ആ വ്യക്തിക്ക് ഒരു ഓർമ്മയും ഉണ്ടാകില്ല. ഇങ്ങനത്തെ അവസ്ഥകളിലേക്ക് എത്തുന്ന ഒരു വ്യക്തി മറ്റുള്ളവർ ഇത് പറഞ്ഞറിയുമ്പോഴായിരിക്കും ഈ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക. അത് അവരിൽ ഒരുപാട് കുറ്റബോധം ഉണ്ടാക്കും. ഇത് അവരുടെ സെൽഫ് കോൺഫിഡൻസ് തകർക്കുകയും ചെയ്യും. ഈ അവസ്ഥയിലുള്ളവർ എത്രയും പെട്ടെന്ന് ഒരു സൈക്കോളജിസ്റ്റിനെയോ സെക്സോളജിസ്റ്റിനെയോ പോയി കണ്ട് ഈ ഒരു അവസ്ഥയ്ക്ക് പരിഹാരം തേടേണ്ടതാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതുപോലെയുള്ള വീഡിയോകൾക്കായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.